ഹലോ ഓൾ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ആഴ്ചയുടെ മോഡ്യൂൾ 2 ഇതാണ്, കണ്ടിന്യൂഷനാണ്. ഓക്കെ, ആൾറെഡി നമ്മൾ മോഡ്യൂൾ 2 ഇൻസ്ട്രുമെൻറ്റേഷൻ എന്താണ്, പ്രോസസ്സ് എന്താണ്, പ്രോസസ്സ് വേരിയബിൾസ് എന്താണ്, ആ പ്രോസസ്സ് വേരിയബിൾസാണ് ചേഞ്ച് ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റേഷനിൽ. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ച് ആ പ്രോസസ്സ് വേരിയബിളെ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോസസ്സ് വേരിയബിൾസാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൺട്രോൾ കൊണ്ടുവരണത്. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. നോട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടോ? നോട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടോ, വീഡിയോ കണ്ടോ എന്തോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ തന്നെ ഓക്കെ നോട്ട് കംപ്ലീറ്റഡ് ആണ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇടണം കേട്ടോ. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക് കൺട്രോൾ സിസ്റ്റമാണ്. സോ അതിന് മുൻപായിട്ട് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി കൺട്രോൾ പ്രോസസ് ആർ, ഐ മീൻ ഒരു കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അതിന് നമുക്കൊരു സെറ്റ് ഓഫ് ഒരു 5 ഇതുണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഐ മീൻ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് സ്റ്റാൻഡേർഡ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഒരു പ്രോസസ്സിൽ ഇതാണ് സ്റ്റാൻഡേർഡ്, നമ്മളൊന്ന് ഒരു തീരുമാനം എടുക്കും. നെക്സ്റ്റ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, ആ കൺട്രോൾ പ്രോസസ്സിൽ വരണ പെർഫോമൻസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെഷർ ചെയ്യണം. ആദ്യം ഒരു സ്റ്റാൻഡേർഡ് എടുത്ത് വയ്ക്കുക, ദെൻ മെഷർ ചെയ്യുക ആ പെർഫോമൻസിന്, ദെൻ കമ്പയർ ചെയ്യുക. നമ്മൾ മെഷർ ചെയ്യുന്നതിൻ്റെ വാല്യൂവിനും സ്റ്റാൻഡേർഡ് വാല്യൂവിനോട്ട് കമ്പയർ ചെയ്യുക. ദെൻ അനലൈസിസ് ഓഫ് ഡീവിയേഷൻസ്. അപ്പം അതിൽ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. സെയിം ആണെങ്കിൽ സെയിം ആവാം, സ്റ്റാൻഡേർഡും ആക്ച്വൽ വാല്യൂയും സെയിം ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻ. അപ്പം അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം. ഇതാണ് ഒരു കൺട്രോൾ പ്രോസസ്സിലുള്ള സ്റ്റെപ്സ്. ആദ്യം സ്റ്റാൻഡേർഡ് പെർഫോമൻസ് മെഷർ ചെയ്യുക, രണ്ടേ കമ്പയർ ചെയ്യുക, ദെൻ അതിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കുക, അതിനുശേഷം റെമഡിയൽ ആക്ഷൻ, കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കുക. ഓക്കെ, ദെൻ കൺട്രോൾ സിസ്റ്റം, ഇത് ഒരു മെയിൻ ടോപ്പിക്കാണ്. ഓക്കെ, ഈ കൺട്രോൾ സിസ്റ്റം പറയുന്നതും ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ഈ പ്രോസസ്സിൽ, ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു പവർ പ്ലാന്റിൽ, ഇവിടെയൊക്കെ എന്താ ഉണ്ടെന്ന് വെച്ചാൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും. ഇപ്പം ഏതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട്, ഐ മീൻ ഒരു എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണോ അതിൽ ഫുള്ള് എന്താ ഉണ്ടെന്ന് വെച്ചാൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, സോ കൺട്രോൾ സിസ്റ്റം എന്താ നോക്കാം. എ കൺട്രോൾ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദി മെക്കാനിസം ഓർ എ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ദ ഡിസൈർഡ് റെസ്പോൺസ് ഓർ ഔട്ട്പുട്ട് by controlling the input and the processing system. These days, control systems are being implemented in every smart device and system such as traffic lighting system, washing machine, rocket launching system, electrical power system, etc. Okay, കൺട്രോൾ സിസ്റ്റമിന് വേറെ ഒന്നും അല്ല, നമുക്ക് എന്ത് തരുമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട്. നമുക്ക് ഒരു സിസ്റ്റത്തിൽ എന്താണ് ആവശ്യം, എന്താണ് നമുക്ക് കറക്റ്റായിട്ട് വേണം പറഞ്ഞിട്ട് അതാണ് നമുക്ക് ഈ കൺട്രോൾ സിസ്റ്റം തരണത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, കൺട്രോളിങ് ഇൻപുട്ട് ആൻഡ് പ്രോസസ്സിങ് സിസ്റ്റം, ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മെയിൻ വർക്കിംഗ്. അതാ കീഴിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാഫിക് ലൈറ്റിംഗ് സിസ്റ്റം, വാഷിംഗ് മെഷീൻ, റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം. ഇവിടെയൊക്കെ എന്താ ഉണ്ടെന്ന് വെച്ചാൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, ഡിപ്പെൻഡിങ് on the feedback path represent in the system on the control system can be classified into following 2 types: open loop and closed loop. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ നോർമലായിട്ട് മനസ്സിലാക്കാനുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു കൺട്രോൾ സിസ്റ്റം എന്താണ്, ഒരു സിസ്റ്റം ഏത് സിസ്റ്റം ആണെങ്കിലും ആവാം, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ സിസ്റ്റം എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ എന്താണ് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഒരു വാഷിംഗ് മെഷീനിലും ഉണ്ടാവും അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ഓഫ് ആവുമല്ലോ അല്ലേ, ഒരു ടൈമിങ് പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് എന്താവും. അത് തന്നെ ഇപ്പോൾ ഒരു ഫുൾ ഒരു സെമി ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു കിങ് സൗണ്ട് ഉണ്ടാവും അല്ലേ, ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് അവിടെ കിങ് സൗണ്ട്. ആ സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രെയിൻ ചെയ്യണം, വെള്ളം തുറന്നിടണം അല്ലേ.
പിന്നെ എന്താണ് ഫുൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാം സെറ്റാക്കി തരും. ഒരു പർട്ടിക്കുലർ ടൈം വരെ എന്താണ് വാഷ് ചെയ്യും, പിന്നെ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യും. ടാബ് കളിക്ക് അതുപോലെ എടുത്തോളൂ. നെക്സ്റ്റ് അങ്ങനെ ഉണക്കി എല്ലാം സെറ്റാക്കി തരും. ഇതെല്ലാം ഒവർ കൺട്രോൾ ചെയ്യുന്നതല്ലേ. സോ ദാറ്റ് ഈസ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ദെൻ അതിൽ നമുക്ക് 2 ടൈപ്സ് ഉണ്ട്, ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ്. സോ ഓക്കെ, ഫസ്റ്റ് വാട്ട് ഈസ് ആൻ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം? ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വായിച്ചു തരാം. അതിന് മുമ്പ് ഈ പിക്ചർ ഒന്ന് നോക്കണം. ഐ മീൻ ഈ പിക്ചറിന് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇങ്ങനെ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്ലോക്ക് ഡയഗ്രാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളൊരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇൻപുട്ട് എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആവാം, പ്രഷർ ആവാം, ടെമ്പറേച്ചർ ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, സോ നമ്മളൊരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൺട്രോളറിലേക്ക് വരും. കൺട്രോളറിൽ നിന്ന് ഇവിടെ എന്താ പറഞ്ഞാൽ ആക്ച്വേറ്റിംഗ് സിഗ്നൽ എന്ന് പറയും. ദെൻ പ്ലാന്റ് ഓർ പ്രോസസ്സിംഗ് സിസ്റ്റം ഔട്ട്പുട്ട്. ഓക്കെ, ഈ കൺട്രോളറുടെ മെയിൻ വർക്ക് എന്തെന്ന് വെച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യും. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഇൻപുട്ട് സിഗ്നലിനെ ആക്ച്വേറ്റിംഗ് സിഗ്നലായിട്ട് കൺവെർട്ട് ചെയ്യും. ആക്ച്വേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, സോ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ടിവേറ്റിംഗ് സിഗ്നൽ കിട്ടും. പിന്നെ ഇവിടെ പ്ലാന്റിലേക്ക് പോയി പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് ഇതാണ് ഇവിടെ നമുക്ക് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഇസ് ദി വൺ ഇൻ വിച്ച് ദി ഔട്ട്പുട്ട് സിഗ്നൽ ഇസ് നോട്ട് ഫെഡ് ബാക്ക് ടു ദി ഇൻപുട്ട് ഓഫ് സിസ്റ്റം. Therefore, open loop control system is also referred to as a non-feedback control system. ഇത് ഇവിടെ തന്നെ ക്ലോസ് ടു പഠിപ്പിക്കാൻ സമയം ഇത് മനസ്സിലാവും. ഓക്കെ, ആദ്യം ഇത് മനസ്സിലാക്കിയാൽ മതി. ഒരു ഇൻപുട്ട് കൊടുത്തു, കൺട്രോളർ ചെയ്തു, ഔട്ട്പുട്ട് കിട്ടി, അതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടി. Okay, in case of open loop control system, the output has no control on the control action of the system. Thus, the open loop control system forwards input signal records of the final result. The block diagram of the open loop control system is shown in figure. Okay, the main components are the main components under controller, then plant or processing system. The input is supplied to the controller, which produces the actuating signal or control signal. This actuating signal is supplied to the plant or processing system, which is to be controlled. ഈ ഡയഗ്രാമിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കമ്പോണൻറ്റ്സ് കൺട്രോളർ, പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. ഇൻപുട്ട് വരികയാണ്, കൺട്രോളർ വന്ന് കൺട്രോൾ ചെയ്ത് ആക്ച്വേറ്റിംഗ് സിഗ്നലിലോട്ട് മാറണം. ആക്ച്വേറ്റിംഗ് സിഗ്നൽ ഇവിടെ വന്നിട്ട് ഇവിടെയാണ് നമുക്ക് മെയിൻ കൺട്രോൾ ആക്ഷൻ എടുത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ അത് ഇവിടെ നോക്കാൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. കണ്ടോ ആ ഡയഗ്രാമിലും ഈ ഡയഗ്രാമിലുള്ള ഡിഫറൻസ് കണ്ടോ? എന്ത് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻപുട്ടിലേക്ക് വരും. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഇസ് ദ വൺ വിച്ച് ദി ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് നോട്ട് ഫെഡ് ബാക്ക് ടു ദി ഇൻപുട്ട് ഓഫ് ദ സിസ്റ്റം. ഇവിടെ നോട്ട് ഫെഡ് ബാക്ക് ഇവിടെ ഇല്ല. ഓക്കെ, സോ ഇത് പിന്നെ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റമാണ്. ഇവിടെ നമുക്ക് കണ്ട ആ ഡയഗ്രാം നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇതിനെ പറയുന്നത് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിന് നമുക്കൊരു ഫീഡ്ബാക്ക് സിഗ്നൽ ഉണ്ടാവും. ഇത് മറക്കരുത്. ഇതാണ് പറയുന്നത് ഫീഡ്ബാക്ക്. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ പോകും. ഇത് എന്തെന്ന് വെച്ചാൽ ഒരു പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഓപ്പൺ ലൂപ്പ് കാട്ടി ക്ലോസ് ലൂപ്പ് കുറച്ചും കൂടെ നമുക്ക് പെർഫോമൻസ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം? A closed loop control system is the one in which the output signal is fed back to the input of the system. Therefore, in a closed loop control system, control action is a function of desired output signal. നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, the main components of the closed loop control system are controller, plant, error detector, this one, or comparator, and feedback element, which are connected together as shown in figure. The error detector accept, okay, then error detector, the error detector accept input signal and feedback signal. അല്ലേ, ഇതിനെ നമ്മൾ പറയുന്നത് കമ്പാരറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ എറർ ഡിറ്റക്ടർ എന്ന് പറയും. സോ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തല്ല, ഇൻപുട്ട് സിഗ്നലും ഇവിടെ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സിഗ്നലും. ഓക്കെ, സോ ടു പ്രൊഡ്യൂസ് ആൻ എറർ സിഗ്നൽ. സോ ഈ കമ്പാരറ്റർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലിനെയും കമ്പയർ ചെയ്ത് എറർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൊഡ്യൂസ് ആൻ എറർ സിഗ്നൽ which is the difference of the input and feedback signal. Okay, input and feedback signal difference ആണ് നമുക്ക് പറയുന്ന എറർ സിഗ്നൽ. The feedback signal is the sample of output of the overall system. Okay, the feedback signal is the sample of output of overall system. ഇവിടെ നമുക്ക് എന്ത് ഔട്ട്പുട്ട് വരും അതിൻ്റെ ഫീഡ്ബാക്ക് ആണ് ഇങ്ങോട്ട് വരണത് അല്ലേ. Now
Now the error signal is applied to the controller. Controller working in the to produce an actuating signal. Then plant utility process like phone. Therefore, in the signal which controls the plant or processing system to produce desired result. Therefore, in the closed loop control system, the input of the system is automatically adjusted to the produced desired response from the system. The common example of closed loop control system are air conditioner system, rocket launching system, radar tracking system, human respiratory system. ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ് അല്ലേ? അതായത് ഇപ്പോൾ ഒരു എയർ കണ്ടീഷണർ എടുത്തു. ഒരു എയർ കണ്ടീഷണർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് അവിടുത്തെ കംപ്രസർ എന്താവും വെച്ചാൽ റൊട്ടേറ്റ് ആവും അല്ലേ, ഫാൻ. സോ അതിന് നമുക്കൊരു ഹീറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്താവും വെച്ചാൽ പെട്ടെന്ന് തന്നെ ഷട്ടാവും, ഓഫ് ആവും. എ സിയിനകത്ത് അതിൽ തന്നെ ചൂട് ആയി കഴിയുമ്പോൾ ആ കംപ്രസർ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണെന്ന് വെച്ചാൽ ഓഫ് ആവും. സോ ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ്. അതാണ് പറയുന്നത് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ്. റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, റേഡാർ ട്രാക്കിംഗ് സിസ്റ്റം, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, ഇതൊക്കെ ഇതിലോട്ട് വരുന്ന വെച്ചാൽ ഈ ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആ കോൺസെപ്റ്റ് ആ സിസ്റ്റത്തിലാണ് വരണത്. ഓക്കെ, ഇപ്പം ഒരു എന്താണ് പറയുന്നത്, ഇപ്പോൾ ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതായത് ഇത് രണ്ടിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ട്. ഓക്കെ, ഒരു ട്രാഫിക് സിഗ്നൽ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ഇൻഡിക്കേറ്റ് ആവും? നമുക്ക് ആദ്യം റെഡ്, പിന്നെ ഫസ്റ്റ് നമുക്ക് ഓറഞ്ച് എടുക്കാം, ഓറഞ്ച് ആവും, ദെൻ റെഡ് ആവും, റെഡ് കഴിഞ്ഞ് ഗ്രീൻ ആവും അല്ലേ? അപ്പോൾ ഇത് അവർ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഒരു ട്രാഫിക് സിഗ്നൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച് റെഡ് ഗ്രീൻ, ഓറഞ്ച് റെഡ് ഗ്രീൻ, ഓറഞ്ച് റെഡ് ഗ്രീൻ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അവിടെ പോകണം. ആദ്യം എന്താണ് പറയുന്നത്, തിരക്കില്ലാത്ത സമയം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്കൊരു കൺട്രോൾ സിസ്റ്റത്തിൽ നമുക്കൊരു ട്രാഫിക് സിഗ്നൽ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പം നമുക്ക് പറഞ്ഞു തന്നെ ഓറഞ്ച് റെഡ് ഗ്രീൻ ആ ഓർഡറിലാണ് നമുക്കിങ്ങനെ അവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, ഇപ്പം അതിനൊരു പർട്ടിക്കുലർ ടൈമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ തിരക്കില്ല, ആ റോഡിൽ നമുക്ക് തിരക്കില്ലെന്ന് വെച്ചോ. തിരക്കുണ്ടെങ്കിലും തിരക്കില്ലെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യും. തിരക്കില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം ദാറ്റ് ഈസ് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഒരു ഇൻപുട്ട് അവർ പ്രൊവൈഡ് ചെയ്ത് അതിന് നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ പറയാം. അത് തന്നെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, അതിലൊരു കൺട്രോൾ സിസ്റ്റമാണ്. ബട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് എടുക്കും. അവിടെ നമുക്ക് എത്ര തുണി കഴുകാൻ വേണ്ടി അവിടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 minutes കഴിഞ്ഞിട്ട് അതിനൊരു തുണി കൊണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഇടാൻ പറ്റുമോ? ഓപ്പൺ ചെയ്തിടാൻ പറ്റത്തില്ല അല്ലേ? നമുക്കൊരു എന്താണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കത് പറ്റത്തില്ല. സോ അതൊക്കെ നമുക്ക് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിലാണ് പറയണത്. ക്ലോസ് ലൂപ്പ് എന്ന് പറയുന്നത് ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അതാണ് പറയണത്. എയർ കണ്ടീഷണർ സിസ്റ്റത്തിൽ നമുക്ക് അവിടെ ഒരുപാട് ചൂടായി കഴിയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവും. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ അതിൻ്റെ ചെയ്യുന്നത് ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. അത് എപ്പോഴും ഔട്ട്പുട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ഔട്ട്പുട്ട് നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്ത് നമുക്ക് ചെയ്യണമെന്ന് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ദെൻ വൈ ഓട്ടോമാറ്റിക് കൺട്രോൾ ഈസ് സ്ട്രക്ചർഡ് എന്നാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് എന്തിനാണ് ആവശ്യം? നമുക്കിവിടെ എല്ലാം ഓട്ടോമാറ്റിക് അല്ലേ? നമ്മൾ ഓട്ടോമാറ്റിക്കാണ്, നമുക്ക് ജോലി എന്താണ് കുറയും അല്ലേ? It is also essential in industrial operations as controlling process, temperature, humidity, viscosity, flow in process industry. അതാണ് നമ്മൾ പറഞ്ഞത് വേരിയബിൾസ്. സോ ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് നമുക്ക് ആവശ്യം വരുള്ളത് അല്ലേ? ഓട്ടോമാറ്റിക് കൺട്രോൾ ഹെൽപ്സ് ഇൻ അറ്റൈനിങ് ഓപ്റ്റിമൽ പെർഫോമൻസ് ഓഫ് ഡൈനാമിക് സിസ്റ്റം, ഇംപ്രൂവിംഗ് പ്രൊഡക്ടിവിറ്റി, റിലീവിംഗ് ദി ട്രാജഡി ഓഫ് മെനി റൊട്ടീൻ റിപ്പീറ്റേറ്റീവ് മാനുവൽ ഓപ്പറേഷൻസ് അല്ലേ? മാനുവൽ നമുക്ക് തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് അതിൻ്റെ എഫിഷ്യൻസി കൂടും, പെർഫോമൻസ് നല്ല ഇൻക്രീസ് ആവും. മാനുവലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല കുറച്ച് മാറ്റം വരും അല്ലേ? മാനുവലിയുടെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ക്ലിയർ ചെയ്യും. സോ ഇതിനാണ് ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്ത് നമുക്ക് ആവശ്യമാണ്.
ഇത് നമ്മൾ പറഞ്ഞിരുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ലെവൽ ഇത് കൺട്രോൾ ചെയ്യും. അതൊക്കെ നമ്മൾ സെറ്റ് പോയിന്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ്. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഇതിനെയും നമുക്കിവിടെ ആദ്യം പറഞ്ഞ ഇതിനെയും കമ്പയർ ചെയ്യാം. ഒരു കൺട്രോൾ പ്രോസസ്സിലുള്ള സ്റ്റെപ്സ്. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്റ്റാൻഡേർഡ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സ്റ്റാൻഡേർഡ്. അത് സെറ്റ് ചെയ്യുക. ദെൻ പെർഫോമൻസ് മെഷർ ചെയ്യുക. എത്രയാണ് ഇവിടെ വാട്ടർ കണ്ടന്റ് വരണമെന്ന് വെച്ചാൽ മെഷർ ചെയ്യുക. വാട്ടർ കണ്ടന്റ് വരണമെന്ന് പറഞ്ഞിട്ട് മെഷർ ചെയ്യുക. ദെൻ രണ്ടിന് കമ്പയർ ചെയ്യുക. അப்புறம் നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ടേക്കിംഗ് കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ ആക്ഷൻസ് എടുക്കുക. സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അഗെയിൻ വാട്ടർ തുറന്നു വിടുകയാണെങ്കിൽ നമുക്ക് തുറന്നിടാം. ഇതാണ് ഇത്ര കോൺസെപ്റ്റ്. നെക്സ്റ്റ് ഈ പ്രോസസ് വേരിയബിൾസ് എന്ന് പറയും. അതായത് പ്രോസസ് വേരിയബിൾസിൽ തന്നെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. പ്രോസസ് വേരിയബിൾ തന്നെ നമുക്ക് പറഞ്ഞതാണ്. എന്തെല്ലാം ഉണ്ട്? ടെമ്പറേച്ചർ, ലെവൽ, ഫ്ലോ, പിന്നെ പ്രഷർ. ഇതൊക്കെ നമുക്ക് പ്രോസസ്സിനുള്ള വേരിയബിൾസ് ആണ്. അതിൽ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് പിരിക്കാൻ പറ്റും. ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം ഹാസ് ടു പ്രോസസ് വേരിയബിൾസ്. എന്താണെന്ന് വെച്ചാൽ കൺട്രോൾഡ് വേരിയബിൾ, മാനിപ്പുലേറ്റഡ് വേരിയബിൾ. ഓക്കെ, നമുക്ക് പ്രോസസ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിന് ഉള്ള വേരിയബിൾസ് ആണ്. അതിൽ നമുക്ക് കൺട്രോൾഡ് വേരിയബിൾ ഉണ്ട്, മാനിപ്പുലേറ്റഡ് വേരിയബിൾ ഉണ്ട്. കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുന്നത് ഇസ് ദി പ്രോസസ് വേരിയബിൾ ദാറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ സ്പെസിഫിക് വാല്യൂ ഓർ വിത്തിൻ എ സ്പെസിഫിക് റേഞ്ച്. In this previous example, the storage tank level is controlled variable. Then manipulated variable is the process variable that is acted on by the control system to maintain the controlled variable at the specific value. The flow rate of water supply to the tank is the manipulated variable. I mean, ഇത് ആക്ച്വലി ഇതിൻ്റെ ഡെഫിനേഷനായിട്ട് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻസ് ആവും. ഓക്കെ, ഞാൻ പറയാം. പ്രോസസ് വേരിയബിൾസ് ഒരു പ്രോസസ്സിലുള്ള വേരിയബിൾസ് ആണ്. പ്രോസസ് വേരിയബിൾസ് ഒരു പ്രവർത്തനം, അതായത് ഒരു ഇതല്ല, നമുക്ക് അവിടെ ചേഞ്ച് ആവുന്ന സംഭവങ്ങളാണ് പ്രോസസ് വേരിയബിൾ എന്ന് പറയുന്നത്. അത് രണ്ടെണ്ണം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കൺട്രോൾഡ്, മാനിപ്പുലേറ്റഡ്. ഈ കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെറ്റ് പോയിന്റ് ആണ്. നമ്മൾ ഒരു പ്രോസസ്സിന് നമ്മൾ സെറ്റ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇത്രയാണ് നമുക്ക് ആവശ്യം. ദാറ്റ് ഈസ് കൺട്രോൾഡ് വേരിയബിൾ. മാനിപ്പുലേറ്റഡ് വേരിയബിൾ പറയുന്നത് നമുക്ക് മെഷർ ചെയ്യണമല്ലോ, ഒவ்வொரு സംഭവങ്ങളും നമ്മൾ ഒவ்வொரு ടൈമിലോ നമുക്ക് ഒவ்வொരു വാല്യൂ വരും. അതാണ് മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് ഓട്ടോമാറ്റിക് കൺട്രോൾ നമ്മൾ ആൾറെഡി നേരത്തെ പഠിച്ചതാണ്. ഒരു ഓട്ടോമാറ്റിക് കൺട്രോളിലുള്ള ഒരു ബേസിക് ഫംഗ്ഷൻ മെഷർ ചെയ്യുക, കമ്പയർ ചെയ്യുക, കമ്പ്യൂട്ടേഷൻ ചെയ്യുക, കറക്ഷൻ ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുക, കമ്പയർ ചെയ്യുക, എന്താണ് നോക്കുക, ദെൻ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇന്നത്തെ നോട്ടിൻ്റെ ഒരു ഇതാണ്. അഗെയിൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഒബ്വിയസ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇൻസ്ട്രുമെൻറ്റേഷൻ എന്താണ്? മെഷറും ചെയ്യുക പ്ലസ് കൺട്രോളും ചെയ്യുക. ഇതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇൻസ്ട്രുമെൻറ്റേഷൻ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രോസസ് വേരിയബിൾസ്. പ്രോസസ് വേരിയബിൾസ് പറയുന്നത് ഒരു പ്രോസസ്സിലുള്ള ചേഞ്ച് ആവുന്ന വേരിയബിൾസ് ആണ് പ്രോസസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, പ്രഷർ, ഫ്ലോ, ലെവൽ. സോ ഇത് എന്താണ് ഈ സംഭവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്ത് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കൂട്ടുന്നത്. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയോ ഒരു പവർ പ്ലാന്റോ അവിടെ നമുക്ക് വെറുതെ ഇങ്ങനെ വെച്ച് കളയാൻ പറ്റില്ല. അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള ആവശ്യങ്ങളാണ് വേണമെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ ലോസാണ്. ഐ മീൻ അത് ആവശ്യമില്ലാതെ ഇങ്ങനെ പോകും. അപ്പം ആ എക്യുപ്മെൻറ്റ്സ് ഇതാവും. അപ്പോൾ നമുക്ക് എല്ലാத்தைയും ഒരു കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പറയുന്ന സാധനമാണ് കൺട്രോൾ സിസ്റ്റം. സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യുന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അതിന് ഓപ്പൺ ലൂപ്പ് ഉണ്ട്, ക്ലോസ് ലൂപ്പ് ഉണ്ട്. ഓപ്പൺ ലൂപ്പ് ആണെങ്കിൽ നോർമലായിട്ട് ഇങ്ങനെ വരും. ക്ലോസ് ലൂപ്പ് ആണെങ്കിൽ നമുക്കൊരു ഫീഡ്ബാക്ക് സിഗ്നൽ വരും. ഈ ഫീഡ്ബാക്ക് സിഗ്നൽ കൊണ്ടിട്ടാണ് നമുക്ക് പെർഫോമൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഔട്ട്പുട്ട് എപ്പോഴും ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് വരും. ഇൻപുട്ടിനെ നമ്മൾ കൺട്രോൾ ആക്കി ഔട്ട്പുട്ട് വരും. ഓക്കെ, ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഔട്ട്പുട്ടേ നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ടിലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ എറർ സിഗ്നൽ വരും. നമുക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാം. ഇപ്പം നമുക്കിവിടെ ഒരു വാട്ടർ ലെവൽ എടുക്കും. വാട്ടർ ലെവൽ അതിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സെറ്റ് പോയിന്റ് നമുക്കൊരു 50 എന്താ പറയുക, ഒരു 50 ലെവൽ. ഓക്കെ, ഒരു 50 ആ റേഞ്ച് നമുക്ക് വേണം. ഇപ്പം നമുക്കൊരു ഇൻപുട്ട് എത്ര വരുന്നത്? ഒരു 25 ആണ്. ഒരു ഇൻപുട്ട് ഉണ്ട് നമുക്ക് എന്താ വരുന്നത് വെച്ചാൽ 25 വരും. സോ ഇൻപുട്ട് 25 വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കൺട്രോൾ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ നമുക്ക് ഔട്ട്പുട്ടിൽ നിന്ന് അഗെയിൻ നമുക്ക് ഇല്ലെങ്കിൽ നമുക്കൊരു ഫീഡ്ബാക്ക് സിഗ്നൽ വരും. സോ ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ആവും. അഗെയിൻ ഔട്ട്പുട്ട് ഇങ്ങനെ വരും.
ഓക്കെ, മനസ്സിലായി. നമുക്ക് ഔട്ട്പുട്ട് എത്രയാണ്? 50 ആണ്. അപ്പം ഇവിടെയും വരും ഇങ്ങനെ കമ്പയർ ചെയ്യും. ലാസ്റ്റ് വൺസ് എന്താ വെച്ചാൽ ഇവിടെ 50 വരണ സമയത്ത് ഇവിടെയും 50 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 50 - 50 0 ആയി. അപ്പം ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ആവും. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഈ പ്രോസസ്സ് വേരിയബിൾസ് പറഞ്ഞതാണ് ഇത് പറയുന്നത്. ഓക്കെ, എനിക്കൊരു ചെറിയൊരു ജലദോഷമാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു തരാൻ റെഡിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഇതിൻ്റെ നോട്ട് ആദ്യം എഴുതുക. നോട്ടൊക്കെ എഴുതി എടുത്ത് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഗ്രൂപ്പിൽ തന്നെ ഒരു മെസ്സേജ് ഇടണം. ഓക്കെ ആണ്, നമ്മൾ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, പേരും പറഞ്ഞ് നോട്ട് കംപ്ലീറ്റഡ്, ഇത്ര വരെയുള്ള നോട്ട് കംപ്ലീറ്റഡ് ആണെന്ന് ഒന്ന് പറയണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.